ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ലേൺ എക്കണോമിയ മലയാളത്തിലേക്ക് ഇവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ആണ് റിക്കാർഡിയൻ ഇക്വലൻസ്. അപ്പോ ഇത് നമ്മൾ എന്തൊക്കെയാണ് റിക്കാർഡിയൻ ഇക്വലൻസിൽ പഠിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഇൻട്രൊഡക്ഷനിൽ തുടങ്ങി നമ്മൾ ട്രഡീഷണൽ വ്യൂ ഓഫ് ഡെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കും. കാരണം ഡെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മുടെ ഐഡിയ ഓഫ് റിക്കാർഡിയൻ ഇക്വലൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ റിക്കാർഡോ എങ്ങനെയാണ് ഡെപ്റ്റിനെ കണ്ടതെന്ന് മനസ്സിലാക്കും. അതായത് ട്രഡീഷണൽ വ്യൂവിൽ നിന്നും എങ്ങനെയാണ് റിക്കാർഡിയൻ വ്യൂ വ്യത്യസ്തമായിട്ട് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. ദെൻ നമ്മൾ ആക്ച്വൽ കോൺസെപ്റ്റ് ഓഫ് റിക്കാർഡിയൻ ഇക്വലൻസ് എന്താണെന്ന് മനസ്സിലാക്കും. ദെൻ നമ്മുടെ റിക്കാർഡിയൻ ഇക്വലൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസംഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ലേറ്റർ നമ്മൾ റിക്കാർഡിയൻ ഇക്വലൻസിന്റെ തിയററ്റിക്കൽ ഫൗണ്ടേഷനെ പറ്റിയിട്ടും പോളിസി ഇംപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടും മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്താലാണ് റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയ വാലിഡ് ആയി വരുന്നതെന്ന് നോക്കും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ റിക്കാർഡിയൻ ഇക്വലൻസിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ക്രിറ്റിസിസത്തിന് എന്താണെന്ന് എന്ന് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. ലേറ്റർ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സെഷൻ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോ റിക്കാർഡിയൻ ഇക്വലൻസ് ഈ ഒരു കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ റിക്കാർഡോ എന്ന ഇക്കോണമിസ്റ്റിന് എന്തോ ഒരു റോൾ ഉണ്ട് അല്ലെ. പറയുന്ന പോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷ് ഇക്കോണമിസ്റ്റ് ആയിട്ടുള്ള ഡേവിഡ് റിക്കാർഡോ തന്നെയാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. സോ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പേപ്പർ ആയിട്ടുള്ള അദ്ദേഹത്തിന് വൺ ഓഫ് ദ ഫേമസ് പേപ്പേഴ്സ് ആയിട്ടുള്ള എസ്സേ ഓൺ ഫണ്ടിങ് സിസ്റ്റം എന്ന ഈ ഒരു ആർട്ടിക്കിളില് അത് പബ്ലിഷ് ചെയ്തത് 1820 പബ്ലിഷ്ഡ് ഇൻ 1820 ആണ്. ഈ പേപ്പറിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഐഡിയ ആണ് റിക്കാർഡിയൻ ഇക്വലൻസ്. അല്ലെങ്കിൽ ഈ പേപ്പറിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഐഡിയ ആണ് ലേറ്റർ റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ബട്ട് ലേറ്റർ ഓൺ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം, ഫോർ എക്സാമ്പിൾ പല ഇക്കോണമിസ്റ്റുകളും ഈ ഒരു കോൺസെപ്റ്റിനെ എടുത്തിട്ട് അതിനെ വിശകലനം ചെയ്യാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആൻഡ് സ്പെസിഫിക്കലി ഈ 1974 ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആൻഡ് ഈ പേപ്പർ പബ്ലിഷ് ചെയ്തത് നമ്മുടെ ഹാർവാർഡ് എക്കോണമിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് ബാരോ ആയിരുന്നു. അപ്പൊ റോബർട്ട് ബാരോ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ എടുത്തിട്ട്, അതായത് ഡേവിഡ് റിക്കാർഡോ 1820 കൊണ്ടുവന്ന റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എടുത്തിട്ട് റോബർട്ട് ബാരോ അതിനെ കുറച്ചുകൂടെ ഒരു ഫോർമൽ ടച്ച് കൊടുക്കാനായിട്ട് ശ്രമിച്ചു. ആൻഡ് അദ്ദേഹം കുറച്ച് ഈ ഒരു കോൺസെപ്റ്റിനെ എക്സ്പാൻഡ് ചെയ്ത് അതിനൊരു മോഡേൺ വെർഷൻ കൊടുക്കുകയുണ്ടായി. അപ്പം റോബർട്ട് ബാരോ ആണ് റിക്കാർഡിയൻ ഇക്വലൻസിന് ഒരു മോഡേൺ ടച്ച് കൊടുത്ത് അതിനെ ഒരു മോഡേൺ വെർഷനിലേക്ക് നയിച്ചത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡേവിഡ് റിക്കാർഡോ മാത്രമല്ല റോബർട്ട് ബാരോയും റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിക്കാർഡിയൻ ഇക്വലൻസിനെ ബാരോ റിക്കാർഡോ ഇക്വലൻസ് എന്ന് വിളിക്കുന്നത്. ബാരോ റിക്കാർഡോ ഇക്വലൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്തത് എന്ന് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ഇനി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് എന്താണ് റിക്കാർഡിയൻ ഇക്വലൻസ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ട്രഡീഷണൽ വ്യൂ ഓഫ് ഡെപ്റ്റ് എന്താന്ന് മനസ്സിലാക്കി തരാം. അപ്പൊ ആദ്യം ഇതിനായിട്ട് ഡെപ്റ്റ് എന്താന്ന് മനസ്സിലാക്കണം അല്ലെ. എന്താണ് ഡെപ്റ്റ്? ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന് ആവശ്യത്തിന് സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈസ ഇല്ലാണ്ട് വരുമ്പോൾ അവര് പോയി ബോറോയിങ് ചെയ്യും. അപ്പൊ അങ്ങനെ ബോറോയിങ് കാരണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കടമെടുക്കൽ കാരണം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഡെപ്റ്റ്. അപ്പൊ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഈ ഒരു ഡെപ്റ്റ് സിറ്റുവേഷൻ വരാനുള്ള മെയിൻ കാരണം എക്സ്പെൻഡിച്ചർ ഇസ് മോർ ദാൻ റവന്യൂ. എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഇസ് മോർ ദാൻ റവന്യൂ. ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഗവൺമെന്റിന് അധിക ചെലവുണ്ട്, പക്ഷെ അത് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഗവൺമെന്റിന്റെ കയ്യിലില്ല. അപ്പൊ ഈ ഗവൺമെന്റിന് അധിക ചെലവ് മീറ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല. കാരണം
പീപ്പിളിന്റെ വെൽഫെയർ ആണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് അധിക ചിലവ് എന്തായാലും മീറ്റ് ചെയ്തേ പറ്റൂ. ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ അധിക ചിലവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പോയി ബോറോ ചെയ്യും. അപ്പൊ ഇതൊരു ഡെഫിസിറ്റ് സിറ്റുവേഷൻ അല്ലേ? ഈ ഒരു ഡെഫിസിറ്റ് സിറ്റുവേഷനെ മറികടക്കാനായിട്ട് ഗവൺമെന്റ് പോയി ബോറോ ചെയ്യും. ആരുടെ അടുത്തെങ്കിലും പോയിട്ട് കടമെടുക്കും. ഇത് നമ്മുടെ ഇന്റേണൽ സോഴ്സിൽ നിന്നായിരിക്കാം ചിലപ്പോൾ കടമെടുക്കുന്നത്, RBI പോലുള്ള ഇന്റേണൽ സോഴ്സിൽ നിന്നായിരിക്കാം. ചിലപ്പോൾ ഗവൺമെന്റ് കടമെടുക്കുന്നത് ഏതെങ്കിലും എക്സ്റ്റേണൽ ഫണ്ടിങ് സോഴ്സിൽ നിന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ IMF പോലുള്ള ഏതെങ്കിലും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളോ ഇതൊക്കെ ആയിരിക്കും ഗവൺമെന്റിന് കടം കൊടുക്കുന്നത്. എന്തായാലും ഗവൺമെന്റ് ബോറോ ചെയ്യും. അപ്പൊ ബോറോ ചെയ്യുമ്പോൾ ഗവൺമെന്റിന് അവിടെ എന്താണ് വരുന്നത്? ഗവൺമെന്റിന് അവിടെ ഒരു ഡെപ്റ്റ് ഒബ്ലിഗേഷൻ ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഡെപ്റ്റിന് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്? കാരണം നമ്മൾ ഇന്ന് കടമെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാധ്യതയാണ് അല്ലെ? എന്തുകൊണ്ടാണ്? നമുക്ക് അത് റീപേ ചെയ്യണം. നാളെ ഒരു കാലം നമ്മളത് റീപേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ റീപേ ചെയ്യാനായിട്ട് നമ്മൾ പൈസ കണ്ടുപിടിക്കണം. സോ അതൊരു ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേഷൻ ആയിട്ട് ഗവൺമെന്റിന് മാറും അല്ലെ? ഇനി നമ്മൾ നോക്കേണ്ടത് ഐഡിയ എന്ന് പറയുന്നത്, ഈ ഗവൺമെന്റ് കടമെടുത്ത് ചെലവഴിക്കുന്ന ഒരവസ്ഥ. എന്തിനാണ് അതിന്റെ ആവശ്യം? എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കടമെടുത്ത് ചെലവഴിക്കുന്നത്? ഗവൺമെന്റിന്റെ ഇന്റൻഷൻ ആൾക്കാരുടെ വെൽഫെയർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാരുടെ വെൽഫെയർ കൂട്ടാൻ കടമെടുത്ത് ചെലവഴിക്കുന്നതല്ലാതെ തന്നെ, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ചെയ്യാതെ തന്നെ വേറൊരു രീതിയിലും ഗവൺമെന്റിന് ആൾക്കാരുടെ വെൽഫെയർ കൂട്ടാം. അതെങ്ങനെയാണ്? ഗവൺമെന്റിന് ടാക്സ് കുറയ്ക്കാം, ഇക്കോണമിയിലെ ടാക്സ് കുറയ്ക്കാം. അപ്പൊ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ടാക്സ് ഇക്കോണമിയിൽ കുറച്ചാൽ ആൾക്കാരുടെ വെൽഫെയർ കൂടും. ഇതാണ് ഗവൺമെന്റിന്റെ ഇന്റൻഷൻ. ആൾക്കാരുടെ വെൽഫെയർ കൂട്ടുകയാണ് ഗവൺമെന്റിന്റെ ഇന്റൻഷൻ. അതുകൊണ്ട് ഗവൺമെന്റ് വിചാരിക്കുന്നു ഇത് കൂട്ടാനായിട്ട് ടാക്സ് കുറച്ചാൽ മതിയല്ലോ. അപ്പൊ ട്രഡീഷണൽ വ്യൂ അനുസരിച്ചിട്ട് ഗവൺമെന്റ് ടാക്സ് കുറച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ട്രഡീഷണൽ വ്യൂ പറയുന്നു ടാക്സ് കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഡിസ്പോസിബിൾ ഇൻകം അത് ഇൻക്രീസ് ചെയ്യും. എന്താണ് ഡിസ്പോസിബിൾ ഇൻകം? ഇൻകം ആഫ്റ്റർ ടാക്സ്. ടാക്സ് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ഇൻകം, ദിസ് ഇസ് കോൾഡ് ഡിസ്പോസിബിൾ ഇൻകം അല്ലെ? അപ്പൊ ഈ ഡിസ്പോസിബിൾ ഇൻകം ടാക്സ് കുറയുന്ന അവസരത്തിൽ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഡിസ്പോസിബിൾ ഇൻകം കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള കാശിന്റെ അളവ് കൂടും. അപ്പൊ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള കാശിന്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യും. ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഇംപ്ലിക്കേഷൻ? ആൾക്കാരുടെ ഡിമാൻഡ് അവിടെ കൂടുന്നു, അത് കാരണം പ്രൊഡക്ഷൻ കൂടുന്നു. പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് വേണം, അതായത് ലേബർ വേണം. അപ്പൊ ലേബറിനെ കൂട്ടാൻ വേണ്ടി എംപ്ലോയ്മെന്റ് കൂടും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി മോർ പ്രൊഡക്ഷൻ വരും, മോർ ഔട്ട്പുട്ട് വരും, മോർ ഇൻകം വരും, ആൻഡ് മോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വരും. ഓട്ടോമാറ്റിക്കലി ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുകയും നമ്മുടെ ഇക്കോണമിയുടെ വെൽഫെയർ കൂടുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഗവൺമെന്റിന്റെ ഇന്റൻഷൻ. ഇങ്ങനെ ഒരു അവസ്ഥ കൊണ്ടുവരാനാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ടാക്സ് കുറയ്ക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് വിചാരിക്കും ടാക്സ് എപ്പോൾ കുറച്ചാലും ഈ ഒരു അവസ്ഥ തന്നെ വരും. സോ ഈ ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യൂ ആണ് നമ്മുടെ ട്രഡീഷണൽ വ്യൂ ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഡെപ്റ്റിന്, അതായത് ഗവൺമെന്റ് കടമെടുക്കുമ്പോൾ ഗവൺമെന്റ് വിചാരിക്കുന്നത് അതും ആൾക്കാരുടെ വെൽഫെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ടാക്സ് കുറച്ചാലും ഗവൺമെന്റ് വിചാരിക്കുന്നത് അതും ആൾക്കാരുടെ വെൽഫെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ട്രഡീഷണൽ വ്യൂ ഓഫ് ഡെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് റിക്കാർഡോ ഈ ഡെപ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ റിക്കാർഡോ പറയുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ, അവർ ഭയങ്കര ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കും. അപ്പൊ എന്താണ് ഈ ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറയുന്നത്? ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഭയങ്കര കൺസേൺ ഉണ്ടായിരിക്കും. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്ന് എപ്പോഴും അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഒരു തീരുമാനം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് എന്റെ ഫ്യൂച്ചറിനെ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത് എന്ന് ഉള്ള ചിന്താഗതി ഉള്ള ആൾക്കാരാണ് നമ്മുടെ കൺസ്യൂമേഴ്സ്. ഓക്കെ, അപ്പോ ഈ ആൾക്കാർ എന്ത് ചെയ്യും? അവർ ഇന്നൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും അവരുടെ പെർമനന്റ് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഇന്നൊരു കൺസംഷൻ ബേസ്ഡ് ഡിസിഷൻ എടുക്കുന്നത്. എന്താണ് പെർമനന്റ് ഇൻകം? പെർമനന്റ് ഇൻകം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉള്ളത്. സോ
അത് നമ്മുടെ കറണ്ട് ഇൻകത്തിനെയും ഫ്യൂച്ചർ ഇൻകത്തിനെയും ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതൊരു ട്രാൻസിറ്ററി കമ്പോണന്റ് അല്ല. അല്ലെങ്കിൽ ട്രാൻസിറ്ററി കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി കമ്പോണന്റ് അല്ല. എന്താണ് ടെമ്പററി അല്ലെങ്കിൽ ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചു, അതിന്റെ അർത്ഥം നാളെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും എന്നാണോ? അല്ല. ഇന്ന് അടിച്ച ലോട്ടറി ഇന്ന് എങ്ങനെയോ അടിച്ചു, അതിന്റെ അർത്ഥം നാളെ ലോട്ടറി അടിക്കുന്നല്ല. ഇന്ന് നിങ്ങൾക്ക് ഒരു ലോസ് ഉണ്ടായി എന്ന് പറയുമ്പോൾ നാളെയും ആ ലോസ് ഉണ്ടാവും എന്നാണോ? അല്ലല്ലോ. സോ ട്രാൻസിറ്ററി കമ്പോണന്റ് ചിലപ്പോൾ ഗെയിൻ ആയിട്ട് വരാം, ചിലപ്പോൾ ലോസ് ആയിട്ട് വരാം. ഈ ട്രാൻസിറ്ററി കമ്പോണന്റിന് ഒരു പെർമനന്റ് സ്റ്റേറ്റസ് ഇല്ല. പക്ഷെ നമ്മൾക്ക് നമ്മുടെ പെർമനന്റ് ഇൻകം എന്ന് പറയുമ്പോൾ നമ്മുടെ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ ഇൻകത്തിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ എപ്പോഴും കൺസ്യൂമേഴ്സ് ഫോർവേഡ് ലുക്കിംഗ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അവർക്ക് എപ്പോഴും കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഒരിക്കലും അവരുടെ കൺസംഷനെ ട്രാൻസിറ്ററി കമ്പോണന്റുമായിട്ട് റിലേറ്റ് ചെയ്യാതെ പെർമനന്റ് കമ്പോണന്റ് ഓഫ് ഇൻകം ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ഇനി റിക്കാർഡോ പറയുന്നത് അനുസരിച്ചിട്ട് ഡെഫിനറ്റ്ലി ഗവൺമെന്റിന് ഡെപ്റ്റ് എടുക്കാം. ഗവൺമെന്റ് ക്യാൻ ഗോ ആൻഡ് ബോറോ. അപ്പൊ ഗവൺമെന്റിന് ബോറോ ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യാം അല്ലെ? ഗവൺമെന്റ് ബോറോ ചെയ്ത് സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ഇമ്പാക്ട് ഇക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഗവൺമെന്റിന് എന്ത് ചെയ്യാം? ടാക്സ് കുറയ്ക്കാം. ഗവൺമെന്റ് ഇന്ന് ടാക്സ് കുറച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഗവൺമെന്റ് ഇസ് റെഡ്യൂസിങ് ടാക്സ് ടുഡേ? നമ്മൾ നേരത്തെ ട്രഡീഷണൽ വ്യൂവിൽ പറഞ്ഞതനുസരിച്ചിട്ട് ആൾക്കാരുടെ വെൽഫെയർ കൂടും. പക്ഷെ റിക്കാർഡോ പറയുന്നു അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. കാരണം ആൾക്കാർ ഫോർവേഡ് ലുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിന്റെ പ്രശ്നം മനസ്സിലാകുന്നു. ഗവൺമെന്റ് ഇന്ന് ടാക്സ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് എന്നും വെൽഫെയർ കിട്ടും എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ നാളെ ഒരു ഹൈ ടാക്സ് അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരാകും എന്നുള്ളതാണ്. അതായത് ആൾക്കാർ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ഗവൺമെന്റ് ടാക്സ് ഇന്ന് കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഉദ്ദേശം റീഷെഡ്യൂളിംഗ് ഓഫ് ടാക്സ് ബേർഡൻ ആണ്. അതായത് ഗവൺമെന്റ് പറയുന്നു നിങ്ങൾ ഇന്ന് ഹൈ ടാക്സ് അടയ്ക്കണ്ട, പക്ഷേ അതിന്റെ അർത്ഥം ഗവൺമെന്റ് നാളെ ടാക്സ് കൂട്ടും എന്നുള്ളതാണ്. അപ്പൊ നാളെ ടാക്സ് കൂട്ടിയാലും ആരാണ് അടയ്ക്കേണ്ടത്? നിങ്ങൾ തന്നെയാണ് അടയ്ക്കേണ്ടത്. അപ്പൊ ഡെപ്റ്റ് ഫൈനാൻസിങ് നടക്കുന്നത് ടാക്സ് കൂട്ടിക്കൊണ്ടാണ്. ഗവൺമെന്റ് വിചാരിക്കുന്നു ഓക്കെ ഇന്ന് ഞാൻ കടം എടുത്ത് സ്പെൻഡ് ചെയ്താലും ഇന്ന് ഞാൻ ടാക്സ് കുറച്ചാലും നാളെ എനിക്ക് അത് തിരിച്ചു പിടിക്കാം ത്രൂ എ ഹയർ ടാക്സസ്. അപ്പൊ നാളെ ആരാണ് ഈ ഹയർ ടാക്സ് അടയ്ക്കേണ്ടത്? നിങ്ങൾ തന്നെയാണ്. അപ്പൊ ആൾക്കാർ ഫോർവേഡ് ലുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സാധ്യത അവിടെ വരുന്നുണ്ട് എന്നാണ് റിക്കാർഡോ പറയുന്നത്. അപ്പൊ അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ദ കോൺസെപ്റ്റ് കോൾഡ് റിക്കാർഡിംഗ് ഇക്വലൻസ് പറയുന്നത് തന്നെ കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് ഫിസ്ക്കൽ പോളിസിയോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഡെപ്റ്റ് ഇൻഡ്യൂസ്ഡ് സ്പെൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലെസർ ടാക്സസ് ആയിരിക്കാം. അപ്പൊ എന്ത് തന്നെയായാലും ഒരു എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി എവിടെ വരുമ്പോൾ അത് കൺസംഷനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ റിക്കാർഡിയൻ ഇക്വലൻസ് പറയുന്നത് അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി വരുമ്പോൾ അത് ഇറ്റ് വിൽ നോട്ട് അഫക്ട് കൺസംഷൻ, അല്ലെങ്കിൽ കൺസംഷനെ അത് വലിയ രീതിയിൽ ബാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാൻ പല രീതിയിൽ ഗവൺമെന്റിന് സ്പെൻഡ് ചെയ്യാമല്ലോ. ഗവൺമെന്റിന് ചിലപ്പോൾ കയ്യിലുള്ള ഇൻകം തന്നെ എടുത്ത് സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു ഡെപ്റ്റ് എടുത്തിട്ട് സ്പെൻഡ് ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഗവൺമെന്റ് ഇന്ന് സ്പെൻഡ് ചെയ്യുന്നത് കണ്ട് ആരും സന്തോഷിക്കരുത്. ഇന്ന് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് കണ്ട് നമ്മുടെ ഇൻകം എന്നും കൂടിയിരിക്കുമല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ്? ഗവൺമെന്റിന് സബ്സിഡി ആൾക്കാർക്ക് കൊടുക്കാം, അതൊരു സ്പെൻഡിങ് ആസ്പെക്ട് ഓഫ് ഗവൺമെന്റ് ആണ്. പെൻഷൻ കൊടുക്കാം, അത് സ്പെൻഡിങ് ആസ്പെക്ട് ഓഫ് ഗവൺമെന്റ് ആണ്. ആൾക്കാർക്ക് ഗ്രാന്റ് കൊടുക്കാം, സ്കോളർഷിപ്പ് കൊടുക്കാം. അപ്പൊ ഈ ഗ്രാൻഡും സ്കോളർഷിപ്പും സബ്സിഡിയും പെൻഷനും ഒക്കെ തന്നെ നമ്മുടെ പോലുള്ള ആൾക്കാരുടെ ഇൻകം കൂട്ടുന്ന ഒരു സംഭവമാണ് അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും ഗവൺമെന്റ് നമുക്ക് ഇതൊക്കെ തരുന്നുണ്ടല്ലോ, അപ്പൊ നമ്മുടെ കൺസംഷൻ കൂട്ടാമല്ലോ എന്ന് നമ്മൾ ഒരു നോർമൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഇവിടെ റിക്കാർഡിയൻ ഇക്വലൻസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യമേ വിചാരിക്കേണ്ട കുറേ അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ റിക്കാർഡിയൻ ഇക്വലൻസിലേക്ക് പോവുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് നമുക്ക് അസംഷൻസിലേക്ക് പോവാം.
ആദ്യമേ നമ്മുടെ റിക്കാർഡോ വിചാരിക്കുന്നത് തന്നെ ദർ ആർ നോ ബോറോയിങ് കൺസ്ട്രെയിൻസ് ഫോർ ദ ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റിന് ഒരു ബോറോയിങ് കൺസ്ട്രെയിനും ഇല്ല, ഒരു ലിമിറ്റേഷനും ഇല്ലാതെ, ഒരു ബാരിയറും ഇല്ലാതെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഗവൺമെന്റിന് ലോൺ കിട്ടും. ഗവൺമെന്റിന്റെ അടുത്ത് ആരും പറയുന്നില്ല ഈ പേപ്പർ കൊണ്ടുപോവാ, ആ പേപ്പർ കൊണ്ടുപോവാ, അത് റെഡി ആയിട്ടുണ്ടെങ്കിലേ ലോൺ തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒന്നും ഗവൺമെന്റിന്റെ അടുത്ത് ആരും പറയുന്നില്ല. എവിടെയാണോ ഗവൺമെന്റ് ലോൺ അപ്ലൈ ചെയ്യുന്നത് അവിടെ നിന്ന് ഗവൺമെന്റിന് ലോൺ കിട്ടും. സോ ഗവൺമെന്റ് ഇസ് നോട്ട് ഹാവിങ് എനി പ്രോബ്ലം ഇൻ ഗെറ്റിംഗ് എ ലോൺ. അതാണ് ആദ്യത്തെ അസംഷൻ. ഈ അസംഷൻ നമ്മൾ പ്രീ കണ്ടീഷൻ ആയിട്ട് മനസ്സിൽ സെറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ അസംഷൻ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ റിക്കാർഡിങ് ഈക്വലൻസ് അവിടെ വർക്ക് ചെയ്യുള്ളൂ എന്ന് റിക്കാർഡോ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഗവൺമെന്റിന് ഒരു ബോറോയിങ് കൺസ്ട്രെയിൻസും ഇല്ല. ഇനി നമ്മുടെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര റാഷണൽ ആണ്. അപ്പൊ എന്താണ് റാഷണൽ? ഇവരുടെ മെയിൻ ഇന്റൻഷൻ തന്നെ അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് വില കൊടുത്തും അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്താലാണോ അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത് അവരത് ചെയ്യും. ബിക്കോസ് ദേ ആർ റാഷണൽ. ഓക്കെ, അടുത്തത് റിക്കാർഡോ ഇവിടെ വിചാരിക്കുന്ന ഇക്കോണമിയിൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു എലമെന്റേ ഇല്ല. അപ്പൊ എന്താണ് അൺസർട്ടനിറ്റി ഇല്ലായ്ക? അൺസർട്ടനിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. 100% ആക്യുറേറ്റ് ആയിട്ട് നമ്മളെ ഫ്യൂച്ചറിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അൺസർട്ടനിറ്റി. അപ്പൊ അൺസർട്ടനിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് പറയാൻ പറ്റും ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അൺസർട്ടനിറ്റി എന്ന് പറയുമ്പോൾ ഇൻഎബിലിറ്റി ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ, inability to predict future. അൺസർട്ടനിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് റിക്കാർഡോ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലാണ് റിക്കാർഡോ ഇക്വലൻസ് അല്ലെങ്കിൽ ബാരോ-റിക്കാർഡോ ഇക്വലൻസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻസിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയ കുറെ അസംഷൻസ് ഒക്കെ നമ്മൾ ക്ലബ് ചെയ്ത് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ റിക്കാർഡിങ് ഇക്വലൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് റിയൽ വേൾഡുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യാനും പറ്റുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യമേ പറഞ്ഞു ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഫോർവേഡ് ലുക്കിംഗ്. ആൾക്കാർ എപ്പോഴും അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ബോധേർഡ് ആയിരിക്കും. ഞാൻ ഇന്ന് ഒരു ഡിസിഷൻ എടുത്താൽ എങ്ങനെയാണ് അത് നാളെ എൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ടാവും. ആൻഡ് ദീസ് പീപ്പിൾ ആർ ഓൾസോ വെരി മച്ച് റാഷണൽ, അല്ലേ? അപ്പോ ഇന്ന് ഞാൻ സ്പെൻഡ് ചെയ്താൽ നാളെ അത് എങ്ങനെ എന്നെ ബാധിക്കും, ഇന്ന് ഞാൻ സേവ് ചെയ്താൽ നാളെ അത് എങ്ങനെ എന്നെ ബാധിക്കും എന്ന് ഉള്ള ഒരു ചിന്ത എപ്പോഴും ആൾക്കാരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു ചിന്തയെ ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും അവരുടെ എല്ലാ ഡിസിഷൻസും, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു അതർ ഡിസിഷൻസ് റിഗാർഡിങ് കൺസംപ്ഷൻ ആൻഡ് സേവിങ്, അവരെടുക്കുന്നത് ഈ ഒരു ചിന്തയെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇങ്ങനെ വരപ്പോൾ, അതായത് എപ്പോഴും ആൾക്കാർ എന്റെ നാളെ എങ്ങനെയിരിക്കും, ഇന്ന് ഞാൻ ഇത് ചെയ്താൽ എന്റെ നാളെ എങ്ങനെയിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ അവരെന്തായിരിക്കും, ഗവൺമെന്റ് ഇന്ന് ടാക്സ് കുറയ്ക്കുമ്പോൾ അവരെന്തായിരിക്കും ചിന്തിക്കുക? So these people are forward looking, അല്ലെ? അപ്പൊ അവര് വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, സിൻസ് കൺസ്യൂമേഴ്സ് ആർ ഫോർവേഡ് ലുക്കിംഗ്, കൺസ്യൂമേഴ്സ് ഇവിടെ ഫോർവേഡ് ലുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇത് ചിന്തിക്കുന്നത് തന്നെ നമ്മൾ നോക്കേണ്ടത് ഫോൾ ഇൻ ടാക്സ്. ഗവൺമെന്റ് ടാക്സ് ഇന്ന് കുറയ്ക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് റീഷെഡ്യൂളിംഗ് ഓഫ് ടാക്സ് ആണ് അത് കാണിക്കുന്നത്. നാളെ നല്ല ഹൈ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്താണ്, ഇന്ന് ടാക്സ് കുറച്ചാൽ അതിന്റെ അർത്ഥം ഹൈ ടാക്സ് ടുമോറോ എന്നുള്ളതാണ്. ആൾക്കാര് ഇത് എക്സ്പെക്ട് ചെയ്യും. അപ്പൊ ഇത് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഗവൺമെന്റ് ടാക്സ് കുറച്ചാൽ ഒരു കാരണവശാലും അവര് സ്പെൻഡിങ് കൂട്ടില്ല. ഇൻസ്റ്റെഡ് അവര് ഇന്ന് എന്ത് ചെയ്യുന്നു, അവരുടെ സേവിങ് ആണ് കൂട്ടുന്നത്. കാരണം അവരെന്താണ് സേവിങ് കൂട്ടുന്നത്? ഇപ്പൊ ഗവൺമെന്റ് ഇന്ന് ടാക്സ് കുറച്ചു, ദിസ് ഇസ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ടുഡേ. ഇന്ന് സംഭവിച്ച ഈ കാര്യം, ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ആൾക്കാർ ഫോർവേഡ് ലുക്കിംഗ് ആണ്, റാഷണൽ ആണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അറിയാം ഗവൺമെന്റ് ഒരു ട്രിക്കാണ് അവിടെ ചെയ്യുന്നത്, ഗവൺമെന്റ് അവിടെ ഒരു ഗെയിമാണ് കളിക്കുന്നത്. ഗവൺമെന്റ് എന്നേക്കുമായിട്ട് നമുക്ക് വെൽഫെയർ തരാൻ വേണ്ടിയിട്ടല്ല ഇന്ന് ടാക്സ് കുറയ്ക്കുന്നത്, മറിച്ച് നാളെ നമുക്കൊരു ഹൈ ടാക്സ് ബേർഡൻ വരാനുള്ള എല്ലാ ചാൻസും
കാരണമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാളത്തെ ഹൈ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാശ് നമ്മൾ കണ്ടെത്തണം. സോ ഇന്ന് കിട്ടുന്ന എക്സ്ട്രാ മണി നമ്മൾ സ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത്, മറിച്ച് നമ്മൾ അത് സേവ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരവസ്ഥയെ പറ്റിയിട്ടാണ് റിക്കാർഡ് ഇക്വാലൻസ് പറയുന്നത്. സോ അപ്പൊ ഇന്ന് ടാക്സ് കുറച്ചു എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ദേ വിൽ സേവ് മോർ ടുഡേ. എന്തിനാണ്? ടു പേ മോർ ടാക്സ് ടുമോറോ. ടു പേ മോർ ടാക്സ് ടുമോറോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഇന്റൻഷൻ അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു? മോർ വെൽഫെയർ കൊണ്ടുവരണം, ആൾക്കാരെ കൊണ്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യിപ്പിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ടാക്സ് കുറച്ചത് തന്നെ. സോ ദാറ്റ് വാസ് ദ ഇന്റൻഷൻ ഓഫ് ഫിസ്ക്കൽ പോളിസി. പക്ഷെ ഇവിടെ വരുമ്പോ എന്താണ് സംഭവിച്ചത്? ആൾക്കാർ ടാക്സ് കുറഞ്ഞു എന്ന് വിചാരിച്ച് ഒരു കാരണവശാലും സ്പെൻഡിങ് കൂട്ടുന്നില്ല. ഇനി അഥവാ സ്പെൻഡിങ് കൂട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് വല്ല ഷോർട്ട് റൺ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിലോ മറ്റോ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് റിയലൈസേഷൻ വരും, നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ കൂടുതൽ സ്പെൻഡ് ചെയ്യരുത് ഇപ്പോൾ, കാരണം നമുക്ക് നാളെ ഹൈ ടാക്സ് അടയ്ക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇന്നേ പൈസ കണ്ടുപിടിച്ച് വെക്കണം. പൈസ ഇപ്പോഴേ സ്വരുക്കൂട്ടി ശേഖരിച്ചു വെച്ചാൽ മാത്രമേ നാളെ ഒരു കാലം ഹൈ ടാക്സ് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഇന്ന് കൂടുതൽ സേവ് ചെയ്യുന്നു. അപ്പൊ കൂടുതൽ ഇന്ന് സേവ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കലി കൺസംഷൻ അവിടെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ടോട്ടൽ ഇൻകം നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കൺസംഷനും സേവിങ്ങിലുമാണ്. അപ്പൊ സേവിങ് ഓട്ടോമാറ്റിക്കലി കൂടിയാൽ അതിന്റെ അർത്ഥം കൺസംഷൻ കുറയുന്നു എന്നുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അധികമായിട്ട് വലിയ ഇമ്പാക്ട് ഒന്നുകിൽ കൺസംഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ കൺസംഷൻ അവിടെ കുറയും. അപ്പൊ നെറ്റ് എഫക്ട് എന്തായിരിക്കും? ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. ആ ഗവൺമെന്റ് ഉദ്ദേശിച്ച കാര്യം എന്തായാലും നടക്കില്ല എന്നാണ് റിക്കാർഡോ പറയുന്നത്. സോ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നു. ഇനി ഗവൺമെന്റ് സ്പെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഗവൺമെന്റ് കടമെടുത്ത് സ്പെൻഡ് ചെയ്തു. ഇത് ഒരു എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസിയാണ്. ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കുന്നത് ഒരു എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി, മോർ സ്പെൻഡിങ് നടത്തുന്നത് മറ്റൊരു എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി. ഇവിടെയും ആൾക്കാർ ഒരു കാരണവശാലും കൺസ്യൂം ചെയ്യില്ല. കാരണം ആൾക്കാർക്ക് അറിയാം, ഇന്ന് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ ഗവൺമെന്റിന് അറിയാം. ഗവൺമെന്റ് തീർച്ചയായിട്ടും അത് നാളെ ചെയ്തിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും ഒരു ഹൈ ടാക്സ് നാളെ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഇന്നേ കാശ് കണ്ടെത്തി വെക്കണം. സോ ആൾക്കാർ എന്ത് ചെയ്യുന്നു? കൂടുതൽ സേവ് ചെയ്യുന്നു. അപ്പൊ കൂടുതൽ സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൺസംഷൻ അവിടെ കുറയുന്നു, അല്ലെങ്കിൽ ഡിമാൻഡ് ഇന്ന് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ ഓൾ ടുഗെദർ നമ്മുടെ റിക്കാർഡിയൻ ഇക്വലൻസ് പറയുന്നത് ഫിസ്ക്കൽ പോളിസി ഇൻഇഫക്റ്റീവ് ആണ്. നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരിക്കലും ഫിസ്ക്കൽ പോളിസിക്ക് പറ്റില്ല വെൻ പീപ്പിൾ ആർ ഫോർവേഡ് ലുക്കിംഗ്. അപ്പൊ ആൾക്കാർ ഫോർവേഡ് ലുക്കിംഗ് ആണെങ്കിൽ ഒരിക്കലും ഫിസ്ക്കൽ പോളിസി ഇഫക്റ്റീവ് ആയിട്ട് മാറില്ല. ഇൻസ്റ്റെഡ് അത് ഇൻഎഫക്റ്റീവ് ആയിട്ട് മാറും. ആൾക്കാർ എന്ന് വരെ റാഷണൽ ആയിട്ട് ഇരിക്കുമോ, ഫോർവേഡ് ലുക്കിംഗ് ആയിട്ട് ഇരിക്കുമോ, അത്രത്തോളം അല്ലെങ്കിൽ ആ കാലത്തോളം നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസി ഒരിക്കലും ഇഫക്റ്റീവ് ആയിട്ട് മാറാൻ ഒരു ചാൻസും ഇല്ല. സോ ഇൻ സ്റ്റിമുലേറ്റിംഗ് കൺസംഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഒരിക്കലും ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പോളിസിക്ക് പറ്റുന്നില്ല, സോ ലോങ് ആസ് പീപ്പിൾ ആർ ഫോർവേഡ് ലുക്കിംഗ്. അപ്പൊ എന്താണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ? നമ്മുടെ റിക്കാർഡോ പറയുന്നത് അനുസരിച്ച്, അല്ലെങ്കിൽ ബാരോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ട്, ഗവൺമെന്റ് പോയി കടം എടുത്തിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ കൺസംഷൻ അവിടെ കൂടണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അതിന് ആൾക്കാർ ഫോർവേഡ് ലുക്കിംഗ് അല്ലാണ്ടിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റൂ. അപ്പൊ ആൾക്കാർക്ക് എപ്പോഴും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഗവൺമെന്റ് ഇന്ന് ടാക്സ് കൂട്ടി എന്ന് വിചാരിച്ചിട്ടോ, ഗവൺമെന്റ് ഇന്ന് കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ, അത് ചിലപ്പോ നാളെ ഒരു കാലം ടാക്സ് കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കാം എന്നൊരു ചിന്തയും, അല്ലെങ്കിൽ ഇന്ന് ഗവൺമെന്റ് ടാക്സ് കുറച്ചു എന്ന് വിചാരിച്ചിട്ട് നാളെ ടാക്സ് കൂട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്നിങ്ങനെയൊക്കെ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റും. ബിക്കോസ് ദേ ആർ റാഷണൽ. അവര് റാഷണൽ ആയതുകൊണ്ട് തന്നെ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു എക്സ്പെക്ടേഷൻ ഇവിടെ ഫോം ചെയ്യാനായിട്ട് ആൾക്കാർക്ക് പറ്റും. അപ്പൊ ഇൻഡിവിജ്വൽസ് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്താണ് ചെയ്യുന്നത്? അവര് വിചാരിക്കുന്നത് ഗവൺമെന്റ് നാളെ എന്തായാലും ഒരു ടാക്സ് ഇൻക്രീസ് ചെയ്യും, കാരണം ഗവൺമെന്റിന്
എടുത്ത കടം തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്ന് കൂടുതൽ ചെലവാക്കി തിരിച്ചു പിടിക്കണം. എന്നാൽ മാത്രമേ ഗവൺമെന്റിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. സോ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആൾക്കാരുടെ കൺസംഷൻ കുറച്ചിട്ട് അവരുടെ സേവിങ് കൂട്ടുന്നു. കാരണം അവർക്ക് കൂടുതൽ ഇന്ന് സേവ് ചെയ്താൽ മാത്രമേ നാളെ ഹൈ ടാക്സ് അടയ്ക്കാനായിട്ട് പറ്റുള്ളൂ. സോ എന്തൊക്കെയാണ് നമ്മുടെ റിക്കാർഡിംഗ് ഇക്വലൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ചില കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ റിക്കാർഡിംഗ് ഇക്വലൻസ് വരും എന്നും നമ്മുടെ റിക്കാർഡോ പറയുന്നുണ്ട്. അതായത് ചില സമയത്ത് ആൾക്കാർക്ക് ക്രെഡിറ്റ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബാങ്കിൽ പോയി ലോൺ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അവർക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തണമായിരിക്കും. പക്ഷെ ബാങ്കിൽ പോയി ലോൺ എടുക്കുക എന്ന് പറയുമ്പോൾ ബാങ്ക് മാനേജർ പറയും ഈ ലോൺ സാങ്ഷൻ ആക്കി തരാൻ പറ്റില്ല, കാരണം ഇത് റെഡിയല്ല, ആ പേപ്പറും കൂടി നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ലോൺ റെഡിയാക്കി തരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. അപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിരിക്കും ആ പേപ്പർ എന്തായാലും റെഡിയാക്കാൻ പറ്റില്ല എന്നൊക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ലോൺ കിട്ടുന്നില്ല. അപ്പോഴായിരിക്കും നമ്മുടെ ഗവൺമെന്റ് ഒരു എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി കൊണ്ടുവരുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ടാക്സ് കട്ടിന്റെ ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മോർ സ്പെൻഡിങ്ങിന്റെ ഫോമിലായിരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ലിമിറ്റഡ് ആക്സസ് ടു ക്രെഡിറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി പീപ്പിൾ സ്പെൻഡ് മോർ. ഗവൺമെന്റ് തരുന്ന പൈസ നിങ്ങൾ സേവ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം നിങ്ങൾക്ക് കാശ് അത്യാവശ്യമുണ്ട്, ബാങ്കിൽ പോയിട്ട് ലോൺ കിട്ടിയില്ല, അപ്പോഴാണ് ഗവൺമെന്റ് പൈസ തരുന്നത്. അപ്പൊ നിങ്ങൾ അത് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇനി അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. അതായത് നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ കോൺഫിഡൻസ്. കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് ഫ്യൂച്ചറിനെ കാണുന്നത്? നിങ്ങൾ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇൻ കേസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കോൺഫിഡന്റ് ആണോ? എന്ത് വന്നാലും ഞാൻ നേരിടും എന്നുള്ള രീതിയിൽ കോൺഫിഡന്റ് ആണോ? നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ സ്പെൻഡ് ചെയ്യും. ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഇന്ന് കിട്ടിയ പൈസ ഞാൻ ഇന്ന് സ്പെൻഡ് ചെയ്യും, നാളെ വരുമ്പോ ഞാൻ അവിടെ വെച്ച് കാണും, നാളെ വരുന്നിടത്ത് വെച്ച് ഞാൻ കാണും, അങ്ങനെ ഒരു ചിന്താഗതി വരും. അങ്ങനെയുള്ളവർ സ്പെൻഡ് ചെയ്യും ഡെഫിനറ്റ്ലി. അടുത്തത്, ചില ആൾക്കാര് അവർക്ക് ചില വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും അബൌട്ട് ഗവൺമെന്റ് പോളിസി ഓഫ് ടാക്സ് ഇൻക്രീസ്. ആൾക്കാർ വിചാരിക്കുകയാണ് എങ്ങനെയാണ് ഫ്യൂച്ചർ ടാക്സ് എന്റെ കൺസംഷനെ ബാധിക്കുന്നത്? ഇത് എന്നെ കൺസംഷനെ ബാധിക്കേയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരും ഡെഫിനറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യും. സോ ഇഫ് സംബഡി ഈസ് സേയിങ് ഓർ ബിലീവിംഗ് ദാറ്റ് future tax by the government is not having a future tax increase, അല്ലെങ്കിൽ more tax in future, ഇത് will have no effect on my consumption, will no effect എന്ന് നമ്മൾ വിചാരിച്ച ഇന്ന് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ടാക്സ് കുറച്ച് തരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ സ്പെൻഡ് ചെയ്യും. ബിക്കോസ് നമ്മൾ അത്രയ്ക്കും ബോധേർഡ് അല്ല ഫ്യൂച്ചറിനെ പറ്റി. ബോധേർഡ് ആണെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കും ടാക്സ് കൂട്ടണമെങ്കിൽ കൂട്ടട്ടെ, അത് അപ്പോഴും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും എന്താണ് നമ്മുടെ റിക്കാർഡിയൻ ഇക്വലൻസ് നമുക്ക് നോക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാര് ടാക്സ് ഫ്യൂച്ചറിൽ കൂടുന്നത് അവരെ ബാധിക്കില്ല എന്ന് വിചാരിച്ചാൽ ഇന്ന് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യും, അല്ലെ? അപ്പോ റിക്കാർഡിൻ ഇക്വലൻസ് വാലിഡ് ആവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്, വാലിഡ് ആവാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ആൾക്കാരുടെ കയ്യിൽ ഇപ്പൊ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, അപ്പോഴാണ് ഗവൺമെന്റ് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ അത് സ്പെൻഡ് ചെയ്യില്ല, സേവ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. ഇനി ആൾക്കാര് അധികം കോൺഫിഡന്റ് അല്ല, നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് കോൺഫിഡന്റ് അല്ല എങ്കിൽ ഡെഫിനറ്റ്ലി അവര് സേവ് ചെയ്യത്തേ ഉള്ളൂ. ഇനി അതേപോലെ ആൾക്കാർ വിചാരിക്കുകയാണ് ഫ്യൂച്ചർ ടാക്സ് എന്നെ തീർച്ചയായിട്ടും ബാധിക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ആൾക്കാർ കിട്ടുന്ന പൈസ സേവ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോ ക്രെഡിറ്റ് ആക്സസ് ഇപ്പോ ഒരുപാട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിക്കാർഡിയൻ ഇക്വലൻസ് അവിടെ വർക്ക് ചെയ്യും. ഇനി കോൺഫിഡൻസ് ലെവല് ആൾക്കാർക്ക് കുറവാണെങ്കിൽ റിക്കാർഡിയൻ ഇക്വലൻസ് വർക്ക് ചെയ്യും. ഫ്യൂച്ചർ ടാക്സ് നിങ്ങൾ ഒരുപാട് ബാധിക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ റിക്കാർഡിയൻ ഇക്വലൻസ് അവിടെ വർക്ക് ചെയ്യും. ഓക്കെ, ഇനി റിക്കാർഡിയൻ ഇക്വലൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന
കുറെ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ റിക്കാർഡ് ഇക്വലൻസിൽ വരുന്ന പോരായ്മകൾ എന്തൊക്കെയാണെന്നാണ് നോക്കിയത്. റിക്കാർഡ് ഇക്വലൻസ് പറയുന്നത് എല്ലാവരും റാഷണൽ ഒന്നും അല്ല. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം, യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ എന്താണ് റിയാലിറ്റിയിൽ സംഭവിക്കുന്നത്? നമുക്ക് ഒരിക്കലും നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ശരിയായിട്ട് നമുക്ക് വരുത്താനായിട്ട് സാധിക്കണം എന്നില്ലാത്തത് കൊണ്ട് തന്നെ സെർട്ടൻ ടൈംസിൽ നമുക്ക് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ ഈ ആന്റിസിപ്പേഷൻ ചിലപ്പോൾ റോങ് ആവാം. ആൾക്കാർ എപ്പോഴും റാഷണൽ ആയിട്ട് ചിന്തിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അവിടെ റിയൽ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ഫെയിൽ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ലിമിറ്റഡ് ഫോർസൈറ്റ്. അപ്പൊ ആൾക്കാർക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ ഇന്ന് ബിഹേവ് ചെയ്യാനായിട്ട് പറ്റണം എന്നില്ല. കാരണം നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു 100% ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിലല്ലേ അതനുസരിച്ച് നിങ്ങൾക്ക് ഇന്ന് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് അതില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു 100% ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് അതനുസരിച്ച് തീരുമാനം എടുക്കാൻ പറ്റൂ. പക്ഷെ അത് നിങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവില്ല. സോ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയ അവിടെ വർക്ക് ചെയ്യണം എന്നില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. ഇനി ക്രെഡിറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇംപെർഫെക്റ്റ് ആണ്. ഒരു കാരണവശാലും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല എപ്പോഴും ക്രെഡിറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് ലോൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പെർഫെക്റ്റ് രീതി ബിഹേവ് ചെയ്യുന്നു. ചില സമയത്ത് നമുക്ക് നല്ല സേവിങ് ഓപ്ഷൻസ് ഇല്ലായിരിക്കും. സോ ഗുഡ് സേവിങ് ഓപ്ഷൻസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നല്ല സേവിങ് ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഓക്കെ ഞാൻ എന്തിനാ വെറുതെ കാശ് കൊണ്ടുപോയി സേവ് ചെയ്ത് ഫൂൾ ആകുന്നത്, എനിക്കത് സ്പെൻഡ് ചെയ്തൂടെ, ഇന്ന് ഞാനത് സ്പെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇന്ന് എനിക്ക് വെൽഫെയർ കിട്ടും ഇല്ലേ? കാശ് ഇന്ന് സ്പെൻഡ് ചെയ്താൽ എനിക്ക് ഇന്ന് തന്നെ വെൽഫെയർ കിട്ടും. സ്പെൻഡ് ടുഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽഫെയർ ടുഡേ ആണ്. പക്ഷെ ഞാൻ സേവ് ചെയ്താൽ എനിക്ക് നാളെ വെൽഫെയർ കിട്ടൂ. ഇപ്പൊ സേവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനും ഇല്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് കണ്ടിട്ടാണ് പോയി സേവ് ചെയ്യുന്നത്? സേവ് ചെയ്താൽ നാളെ ലോസ് ആണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ why should I have a loss in future? ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയാലും റിക്കാർഡിയൻ ഇക്വലൻസ് അവിടെ വർക്ക് ചെയ്യത്തില്ല. സോ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് പറയുന്ന ഒരു ഡിബേറ്റഡ് ടോപ്പിക്കാണ്. പല അവസ്ഥകളിലും റിക്കാർഡിയൻ ഇക്വലൻസ് വർക്ക് ചെയ്യുന്നു, പല അവസ്ഥകളിലും റിക്കാർഡിയൻ ഇക്വലൻസ് വർക്ക് ചെയ്യാണ്ടും ഇരിക്കുന്നു. അപ്പൊ നമ്മൾ ക്രെഡിറ്റിന്റെ കാര്യമൊക്കെ തന്നെ കണ്ടു. ആൾക്കാർക്ക് പെട്ടെന്ന് ക്രെഡിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആൾക്കാർ ഗവൺമെന്റ് തരുന്ന പൈസ സേവ് ചെയ്യാമെന്ന് വിചാരിക്കില്ല, അവര് സ്പെൻഡ് ചെയ്യത്തേ ഉള്ളൂ, അല്ലെ? പക്ഷെ ആൾക്കാർക്ക് പെട്ടെന്ന് പൈസ കിട്ടുന്നില്ലെങ്കിൽ ആൾക്കാരെ പൈസ ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ സ്പെൻഡ്. അപ്പൊ അങ്ങനെ രണ്ട് വേരിയേഷൻസ് വരുന്നുണ്ട്. അഗൈൻ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ഭയങ്കര കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ സ്പെൻഡ് ചെയ്യാം, ടാക്സ് റിഡക്ഷനിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ ഫണ്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ബോധേർഡ് ആണ്, നിങ്ങൾക്ക് പേടിയാണ് എന്നൊക്കെയാണെങ്കിൽ എന്താണ്? നിങ്ങൾ ഒരിക്കലും ആ പൈസ ഇന്ന് സ്പെൻഡ് ചെയ്തില്ല. ലെസ് ടാക്സ് നിന്ന് കിട്ടുന്ന പൈസ നിങ്ങൾ സ്പെൻഡ് ചെയ്യാതെ മാറ്റി വെക്കും. കാരണം നിങ്ങൾക്ക് അറിയാം നാളെ ഒരു ഹൈ ടാക്സ് എനിക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഡിബേറ്റഡ് ടോപ്പിക്കാണ്. ഏത് കോണ്ടെക്സ്റ്റിൽ റിക്കാർഡിയൻ ഇക്വലൻസ് വർക്ക് ചെയ്യുമെന്നും ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ ഇത് വർക്ക് ചെയ്യില്ല എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ ഡിബേറ്റഡ് ടോപ്പിക് ആണെങ്കിൽ കൂടി തന്നെ റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പുതിയൊരു എന്താണ് നോളേജ് ആണ് തരുന്നത്. നമ്മുടെ ഗവൺമെന്റ് ആക്ഷൻ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ വർക്ക് ചെയ്യണം എന്നില്ല എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ഗവൺമെന്റിന്റെ പോളിസി എപ്പോഴും ഇഫക്റ്റീവ് ആവണമെന്നും ഇല്ല എന്നും നമുക്ക് റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? അപ്പോ അതായിരുന്നു ഇന്നത്തെ സെഷൻ. ഇനി നിങ്ങൾക്ക് ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് പറയാം. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് അവൈലബിൾ ആണ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, പിന്നെ ലൈവ് as well as റെക്കോർഡഡ് ക്ലാസ്സസ്, ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റ്, ഇതൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്ത് ഡിസ്കഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ സെഷൻ. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.